ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KTU. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടർ ആണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 2x2 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടറും കാണുന്ന പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ 3x3 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറും കാണുന്ന പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഇവിടെ ഐഗൺ വാല്യൂ ഓഫ് 2x2 മെട്രിക്സ് എങ്ങനെയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. ഐഗൺ വാല്യൂ ഓഫ് 2x2 മെട്രിക്സ്. അപ്പോൾ 2x2 മെട്രിക്സിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം നിങ്ങൾക്ക് അറിയാം. മെട്രിക്സ് A is equal to A11, A12, A21, A22 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഐഗൺ വാല്യൂ കാണാൻ പോകും. ഐഗൺ വാല്യൂ കാണുന്നതിനുള്ള ആദ്യം നമ്മൾ ഐഗൺ വാല്യൂ കാണാനായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് അല്ല, ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I ഈസ് ഈക്വൽ ടു 0. അതായത് ഡിറ്റർമിനന്റിനകത്ത് നമ്മുടെ മെട്രിക്സ് എന്താ? A11, A12, A21, A22 അല്ലേ? ഇതിന്റെ ഡയഗണൽ എലമെന്റ് നമ്മൾ ലാംഡ കുറയ്ക്കണം. അപ്പൊ A11 മൈനസ് ലാംഡ, A12, A21, A22 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ഒന്ന് ഡിറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ലാംഡയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ എന്താണ്? നമുക്ക് ഡയറക്റ്റ് 2x2 മെട്രിക്സിന്റെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ. ഓക്കെ, ട്രേസ് ഓഫ് എ ലാംഡ, ട്രേസ് ഓഫ് എ ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണെന്നറിയാം. എന്താ ട്രേസ് ഓഫ് എ? അറിയാത്തവർ നോക്കുക. ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്, മെയിൻ ഡയഗണൽ എലമെന്റ്. സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതിയേക്കും. നമ്മളിപ്പോ 2x2 മെട്രിക്സ് അല്ലേ? 2x2 മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് ഏതാണ്? മെയിൻ ഡയഗണൽ എലമെന്റ് A11, A22 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ട്രേസ് എന്ന് പറയുന്നത് അപ്പൊ എന്ത് എഴുതാം? A11 പ്ലസ് A22 ആണെന്ന് എഴുതാം. ഡിറ്റർമിനന്റ് നിങ്ങൾക്ക് കാണാൻ അറിയാമല്ലോ. ഡിറ്റർമിനന്റ് A എന്താണ്? ഡിറ്റർമിനന്റ് A11, A12, A21, A22 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? A11 ഇൻറ്റു A22 മൈനസ് A21 ഇൻറ്റു A12. ഇതാണ് ഡിറ്റർമിനന്റ് വാല്യൂ. അതായത് ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 2x2 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ. ഇനി നമുക്ക് 3x3 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസിന്റെ ഫോർമുല കൂടെ ഒന്ന് എഴുതാം. ഐഗൺ വാല്യൂ ഓഫ് 3x3 മെട്രിക്സ്. 3x3 മെട്രിക്സിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം എങ്ങനെയാണ്? A is equal to മെട്രിക്സ് A11, A12, A13, A21, A22, A23, A31, A32, A33. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫോം. ഓക്കെ, 3x3 മെട്രിക്സ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഐഗൺ വാല്യൂസ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതായത് ഡിറ്റർമിനന്റിനകത്ത് നമ്മുടെ ഡിറ്റ് വാല്യൂ കാണണം അല്ലെ? മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് ലാംഡ കുറയ്ക്കണം. അപ്പോൾ A11 മൈനസ് ലാംഡ, A12, A13, A21, A22 മൈനസ് ലാംഡ, A23, A31, A32, A33 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്താ? ഡയറക്റ്റ് ഫോർമുലയുണ്ട്, അതിനകത്ത് കൊടുത്താൽ മതി. 3x3 മെട്രിക്സിനെ ആകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഫോർമുല എന്താ? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ സ്ക്വയർ എ പ്ലസ് സം ഓഫ് മൈനേഴ്സ് ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. ഇനി ട്രേസ് ഓഫ് എ എന്താണെന്ന് അറിയാം. എന്താണ്? സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് അല്ലേ? അപ്പൊ ഇവിടുത്തെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഏതാണ്? 3x3 മെട്രിക്സ് ആണ്. A11, A22, A33. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? A11 പ്ലസ് A22 പ്ലസ് A33. ഇനി അടുത്ത എന്താണ്? സം ഓഫ് മൈനേഴ്സ്.
സം ഓഫ് മൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M11 M22 M33 ആണ്. ഇതെന്താ M11 M22 M33 എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്ന മെട്രിക്സ് ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതുവാണ്. മെട്രിക്സ് എ എന്ന് പറയുന്നത് A11 A12 A13 A21 A22 A23 A31 A32 A33. ഓക്കെ, ഇനി M11 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. M11 ഈസ് ഈക്വൽ ടു M11 കാണാനായിട്ട് A11 വരുന്ന കോളവും റോയും കോളവും നമ്മൾ മാറ്റി നിർത്തി, എന്നിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് A22 A23 A32 A33. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ M22 എന്ത് വരും? M22 വരുന്നത് എങ്ങനെയാ? M22 വരുമ്പോൾ A22 വരുന്ന റോയും കോളവും നമ്മൾ ബാക്കി മാറ്റി നിർത്തി, അത് വെട്ടി ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റ് വാല്യൂ. അപ്പൊ എന്ത് കിട്ടുന്നു? A11 A13 A31 A33. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ M33 എന്ത് വരുന്നു? M33 എന്ന് പറയുമ്പോഴത്തേക്ക് A33 വരുന്ന കോളവും റോയും പോയി, അപ്പൊ അതും പോയി ഇതും പോയി, ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ. അപ്പൊ A11 ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് A11 A12 A21 A22. ഓക്കെ അല്ലേ? ഇതാണ് M33 എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇത് ഓരോന്നും നമ്മൾ കണ്ടുപിടിച്ചു അതിന്റെ എല്ലാം കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് എന്താ? സം ഓഫ് മൈനേഴ്സ് കിട്ടുമല്ലോ. എന്നിട്ട് നമ്മുടെ ആ ഇക്വേഷനകത്ത് കൊടുക്കണം. ഇനി ഡിറ്റർമിനന്റ് നിങ്ങൾക്ക് കാണാൻ അറിയാമല്ലോ, ഡിറ്റർമിനന്റ് കാണാൻ അറിയാം, ഡിറ്റർമിനന്റ് കാണാൻ അറിയാം. അതും കൂടെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഇക്വേഷനകത്ത് കൊടുത്ത് ലാംഡയുടെ വാല്യൂ കാണും. ഈ ലാംഡയുടെ വാല്യൂനെയാണ് എന്തെന്ന് പറയുന്നത്? ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ 3/3 മെട്രിക്സ് ആകുമ്പോൾ നമുക്ക് എത്ര ലാംഡ വാല്യൂ ഉണ്ട്? 3 ലാംഡ വാല്യൂ ഉണ്ട്. 2/2 മെട്രിക്സ് ആകുമ്പോൾ എത്ര ലാംഡ വാല്യൂ ഉണ്ട്? 2 ലാംഡ വാല്യൂ ഉള്ളൂ. ഇനി അടുത്തതാണ് ഐഗൺ വെക്ടർ. ഐഗൺ വെക്ടർ എങ്ങനെ കാണാം? ഐഗൺ വെക്ടർ കാണാനായിട്ട് നമ്മൾ മെട്രിക്സ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. ഇതിനകത്തുള്ള ഈ എക്സ് എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെട്രിക്സ് വേരിയബിൾ. ഇപ്പൊ 3/3 ആണെങ്കിൽ x1 x2 x3 വരും. 2/2 ആണെങ്കിൽ എന്തായിരുന്നു? ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് x1 x2 ആയിരുന്നു. ഓക്കെ അല്ലേ? പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത് എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ? നമുക്കൊരു ക്വസ്റ്റ്യൻ 3/3 മെട്രിക്സ് ഉണ്ടെങ്കിൽ ഐഗൺ വെക്ടർ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയഗണൽ എലമെന്റ് ലാംഡ നമ്മൾ കുറയ്ക്കുന്നു മെട്രിക്സിനകത്ത്. അപ്പോ ലാംഡ കുറയ്ക്കണം. ഇപ്പൊ നമുക്കിപ്പോ വെൻ ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് ഐഗൺ വാല്യൂസ് 1 2 3 എന്ന് കിട്ടുവാണെങ്കിൽ ആദ്യം നമ്മൾ ലാംഡയുടെ വാല്യൂ 1 ഇട്ട് കൊടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൺ വെക്ടർ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത ലാംഡയുടെ വാല്യൂ 2 ഇട്ട് കൊടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൺ വെക്ടർ കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഐഗൺ വെക്ടർ കാണുന്നത്. അപ്പൊ ഓരോ ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഐഗൺ വെക്ടർ ഉണ്ട്. ക്ലിയർ? ഇനി നമുക്ക് കുറച്ച് 2/2 മെട്രിക്സിന്റെ കുറച്ച് പ്രോബ്ലത്തിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടർ ഓഫ് ദ മെട്രിക്സ് A ഇസ് ഈക്വൽ ടു മെട്രിക്സ് 8 - 4 2 2. സൊല്യൂഷൻ. ആദ്യം നമ്മൾ ഐഗൺ വാല്യൂ ആണ് കാണുന്നത്. ഓക്കെ, ഐഗൺ വാല്യൂ കാണാനായിട്ട് ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അറിയാമല്ലോ. എന്താ? മെട്രിക്സ് ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I ഈസ് ഈക്വൽ ടു 0. അതായത് എന്താ ചെയ്യേണ്ടത്? മുകളിൽ കൊടുത്തിട്ടുള്ള മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ് ലാംഡ കുറച്ചിട്ടുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ 8 മൈനസ് ലാംഡ മൈനസ് 4 2 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഡയഗണലി നമ്മൾ ലാംഡ കുറച്ച് വന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണണം. അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. പക്ഷെ നമുക്കറിയാം, നമുക്ക് എന്താ ഡയറക്റ്റ് ഇക്വേഷൻ ഇല്ലേ നമുക്കറിയാവുന്ന 2/2 മെട്രിക്സിന് എന്തായിരുന്നു? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് A ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ. ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്? സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്. അപ്പൊ എന്ത് കിട്ടുന്നു? 8 + 2 അല്ലേ? അപ്പൊ 8 + 2 എന്താണ്? 10 എന്ന് കിട്ടുന്നു. അപ്പൊ 10 ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് A അല്ലേ? ഡിറ്റർമിനന്റ് A എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്? നോക്കിയ ഡിറ്റർമിനന്റ് A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റ് വാല്യൂ എടുക്കുമ്പോൾ 8
-4 2 എങ്ങനെ ഡിറ്റ് വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു എന്താ -4 അപ്പൊ എന്ത് കിട്ടുന്നു +8 അപ്പൊ എന്ത് കിട്ടുന്നു 24 അപ്പൊ ഡിറ്റർമിനന്റ് എ എന്താ 24 എന്ന് കിട്ടും. അപ്പൊ ഞാനത് കൊടുത്തോട്ടെ, ഞാനപ്പോൾ 24 ഇസ് ഈക്വൽ ചെയ്യാം. ഇതിന് നമുക്ക് എന്ത് കിട്ടും, ലാംഡയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. ലാംഡയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 6 എന്നും 4 എന്നും കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. അപ്പൊ 2x2 മെട്രിക്സ് നമുക്ക് എത്ര ഐഗൺ വാല്യൂസ് കിട്ടി, 2 ഐഗൺ വാല്യൂസ് കിട്ടി. ഇനി ഈ ഓരോ ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ, ഇത്രയും ഓക്കെ ആണല്ലോ, ഇത്രയും ഓക്കെ ആണോ? അപ്പൊ നമുക്ക് 2x2 മെട്രിക്സിന്റെ ഡയറക്റ്റ് ഫോർമുല ഉണ്ട് ഇല്ലേ, ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. അത് കൊടുക്കുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുന്നത്. ഈ ലാംഡയുടെ വാല്യൂനെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഐഗൺ വെക്ടർ എങ്ങനെ കാണാം. ഐഗൺ വെക്ടർ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം. ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയിരുന്നത് എങ്ങനെയായിരുന്നു, മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നല്ല എഴുതിയത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലെ മെട്രിക്സ് ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതുവാണ്. എ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്തായിരുന്നു, 8 -4 2 അപ്പൊ മെട്രിക്സ് എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെട്രിക്സിനകത്ത് ഡയഗണൽ എലമെന്റ്, മെയിൻ ഡയഗണൽ എലമെന്റ് ലാംഡ കുറയ്ക്കണം. അപ്പൊ 8 മൈനസ് ലാംഡ -4 2 മൈനസ് ലാംഡ. ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന 2x2 മെട്രിക്സ് നമ്മൾ എടുക്കേണ്ടത് x1 x2 എന്ന് എടുത്താൽ മതി. x1 x2 ഈസ് ഈക്വൽ ടു ഇത് എന്ത് കിട്ടുന്നു 0 0. ഇത്രയും ഒക്കെ അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ 2 ഐഗൺ വാല്യൂസ് അല്ലേ കിട്ടും. ഓരോ ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. ആദ്യം ഞാൻ വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 6, അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 6ലുള്ള ഐഗൺ വെക്ടർ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മുകളിൽ എഴുതിയിട്ടുള്ള ഈ ഇതിനെ ഇക്വേഷൻ നമ്പർ എ എന്ന് വിളിച്ചു. ഈ എ എന്ന് പറയുന്ന ഇക്വേഷനിൽ ലാംഡയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 6 കൊടുക്കണം. അപ്പൊ നമ്മുടെ മെട്രിക്സ് എങ്ങനെ മാറുന്നു, 8 മൈനസ് 6 എന്തായി 2 2 മൈനസ് 4 ഇതെന്ത് കിട്ടുന്നു 2 ഇതെന്ത് കിട്ടുന്നു 2 മൈനസ് 6 അപ്പൊ -4. ഓക്കെ, അപ്പൊ x1 x2 ഈസ് ഈക്വൽ ടു നമുക്ക് 0 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ ഇത്രയും? ഇനി എന്താ ചെയ്യണ്ടേ, ഇനി നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഫസ്റ്റ് റോ എന്താണ് 2 -4 ആണ്, സെക്കൻഡ് റോയും എന്താണ് 2 -4 ആണ്. അപ്പോ രണ്ട് റോയും സെയിം അല്ലേ. നമ്മൾ 2x2 മെട്രിക്സിൽ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു റോയുടെ ഇക്വേഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ രണ്ട് ഇക്വേഷനും ഒന്ന് സോൾവ്. ഇപ്പൊ ഇവിടെ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു, നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചല്ലേ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പൊ 2 ഇൻറ്റു x1 അപ്പൊ 2x1 മൈനസ് 4x2 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് റോയുടെ. സെക്കൻഡ് റോയുടെ അതേ ഇക്വേഷൻ തന്നെയല്ലേ വരുന്നത്, 2x1 മൈനസ് 4x2 ഈസ് ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷനും നമുക്കപ്പോൾ എന്താണ്, രണ്ടും സെയിം അല്ലേ. നമുക്ക് 2x2 മെട്രിക്സിൽ എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കണം. അപ്പൊ ഞാൻ 2x1 രണ്ട് ഇക്വേഷൻ സെയിം ആണ്. അപ്പൊ അതിനിവിടെ അടുത്ത നമ്മൾ ഐഗൺ വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, ഞാൻ ഇക്വേഷൻ എടുക്കും 2x1. നമ്മുടെ ഇക്വേഷൻ എന്താ 2x1 മൈനസ് 4x2 ഈസ് ഈക്വൽ ടു 0. ഈ സോൾവ് ചെയ്യാം. അപ്പൊ 2x1 ഈസ് ഈക്വൽ ടു 4x2 എന്ന് കിട്ടും. ഇവിടുത്തെ 2ഉം ഇവിടുത്തെ ഇതും കൂടെ വെട്ടിയിട്ട് ഇവിടെ ഒരു 2 ആണ്. അപ്പൊ x1 ഈസ് ഈക്വൽ ടു 2x2 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ എനിക്ക് x1 ഈസ് ഈക്വൽ 2x2 എന്ന് കിട്ടും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ് ഐഗൺ വെക്ടർ ആണ് വേണ്ടത്. അപ്പൊ ഐഗൺ വെക്ടർ കാണാനായിട്ട് നമ്മൾ സൈഡിലായിട്ട് എന്ത് ചെയ്യണം, x1 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ എന്ന് ഇങ്ങനെ എഴുതി വെക്കണം. അതിനുശേഷം ശ്രദ്ധിക്കുക, x1ന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് ഏതാ, x1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു x1 അല്ലേ x1. അപ്പോൾ 1, ഈ 1നെ എടുത്ത് നമ്മൾ x2ന്റെ അടിയിൽ, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എഴുതി വെച്ചിട്ടുള്ള x2ന്റെ അടിയിൽ കൊണ്ടുവന്നു. സോറി, ഇപ്പോൾ 1 x2ന്റെ അടി 1 വന്നു. ഓക്കെ, ഇനി x2ന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് ഏതാണ്, 2 അല്ലേ. ആ 2 എടുത്ത് x1ന്റെ അടിയിൽ ഇടുക. അപ്പൊ ഇവിടെ 2 വന്നു. ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, നമ്മുടെ ഐഗൺ വെക്ടർ ക്യാപിറ്റൽ x1 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് എഴുതാം, 2 1 എന്ന് എഴുതാം. അതായത് വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 6 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 1 എന്ന് പറയുന്ന ഒരു ഐഗൺ വെക്ടർ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇപ്പൊ എന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ചുമ്മാ ഒരെണ്ണം എഴുതുവാണ്. ഇപ്പൊ എന്റെ ഇക്വേഷൻ നിങ്ങൾ വിചാരിക്കുക, എന്റെ ഇക്വേഷൻ
3x1 ഈസ് ഈക്വൽ ടു x2 ആയിരുന്നെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ x1 ഡിവൈഡ് ബൈ ഈസ് ഈക്വൽ ടു x2 ഡിവൈഡ് ബൈ എന്ന് എഴുതണം. സൈഡിലായിട്ട് എഴുതി വെച്ചു. അതിനുശേഷം x1ന്റെ അടിയിൽ കിടക്കുന്ന x1ന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് എടുത്ത് x2ന്റെ അടി ഇട്ടു. അപ്പൊ എന്താണ് വരുന്നത്? x1ന്റെ കൂടെ 3 അല്ല, അതെടുത്ത് നമ്മൾ ഇവിടെ എഴുതി വെച്ചതിന്റെ x2ന്റെ അടിയിലാണ് കൊടുക്കേണ്ടത്. x2ന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് ഏതാ? 1. അതെടുത്ത് x1ന്റെ അടി ഇട്ടു. അപ്പൊ നമ്മളെ ഐഗൺ വെക്ടർ എന്ത് കിട്ടി? ഇവിടുത്തെ 1 3 എന്ന്. ഇത് ഞാൻ ചുമ്മാ എഴുതിയാണ്, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. നമ്മളെ പ്രോബ്ലത്തിന് എന്താ നമുക്ക് കിട്ടിയത്? 2 1 ആണ് കിട്ടിയത്. ക്ലിയർ? 2 1 കിട്ടിയോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത ലാംഡ വാല്യൂ, ലാംഡയുടെ വാല്യൂ 6 ആണ് കൊടുത്തത്. അടുത്ത ലാംഡയുടെ വാല്യൂ എന്താണ്? ഐഗൺ വാല്യൂ എന്താണ്? 4 ആണ്. അപ്പൊ നമുക്ക് 4 കൊടുക്കാം. when lambda is equal to 4 കൊടുക്കുമ്പോൾ നമ്മുടെ മെട്രിക്സ് എങ്ങനെ വരുന്നു? ഫസ്റ്റ് ടൈം മെട്രിക്സിനെ നോക്കാം നിങ്ങൾക്ക്. 8 മൈനസ് ലാംഡ ആണ്. അപ്പൊ 8 മൈനസ് 4 എന്താണ്? 4 എന്ന് കിട്ടും. 4 മൈനസ് 4 2. അടുത്ത എന്ത് കിട്ടുന്നു? 2 മൈനസ് 4 മൈനസ് 2 ഇൻറ്റു x1 x2 ഈസ് ഈക്വൽ ടു 0 0. ഇവിടെ നിന്ന് നമ്മൾ എന്താണ്? ഒരു ഇക്വേഷൻ എടുക്കുന്നു. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി, രണ്ടും സെയിം ആണ്. ഞാൻ ഇവിടെ എന്താണ് എന്റെ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് ഞാൻ കാണിച്ചു തരാം. 4x1 മൈനസ് 4x2 ഈസ് ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷൻ ഒന്ന് എഴുതിക്കേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോയുടെ ഇക്വേഷൻ. സെക്കൻഡ് റോയുടെ എന്ത് കിട്ടുന്നു? 2x1 മൈനസ് 2x2 ഈസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആകുന്ന എങ്ങനെയാ? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഞാൻ സോൾവ് ചെയ്യുക. അപ്പൊ 4x1 ഈസ് ഈക്വൽ ടു 4x2. ഈ 4ഉം 4ഉം വെട്ടിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? x1 ഈസ് ഈക്വൽ x2 അല്ല കിട്ടുന്നത്, ആണോ? ഈ സെയിം സാധനം തന്നെയാണ് ഇവിടെ ചെയ്യുമ്പോഴേ കിട്ടുന്നത്. 2x1 ഈസ് ഈക്വൽ ടു 2x2. 2ഉം 2ഉം പോയിട്ട് എന്താ കിട്ടുന്നത്? x1 ഈസ് ഈക്വൽ x2. അപ്പൊ നമ്മൾ 2/2 മെട്രിക്സ് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്താൽ മതി. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പൊ ഞാൻ എന്റെ എന്താണ് x1 ഈസ് ഈക്വൽ x2 എന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ x1 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നു. അതിനുശേഷം x1ന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് എടുത്ത് x2ന്റെ അടി ഇട്ട്. x1ന്റെ കൂടെ എന്താ കിടക്കുന്നത്? 1 അല്ലേ? അതെടുത്ത് x2ന്റെ അടി ഇട്ടു. x2ന്റെ കൂടെ കിടക്കുന്ന എടുത്ത് എവിടെ ഇടണം? x1ന്റെ അടി കൊടുത്തു. ഓക്കെ, അപ്പൊ 1 1 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഐഗൺ വെക്ടർ 1 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാംഡ ഈസ് ഈക്വൽ ടു 4 കൊടുത്തപ്പോൾ ഉള്ള ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഐഗൺ വാല്യൂസ് നമുക്ക് 6നും 4നും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഓരോ ഐഗൺ വെക്ടർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് 2/2 മെട്രിക്സിന്റെ പ്രോബ്ലം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. ഫൈൻഡ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടർ ഓഫ് എ ഈസ് ഈക്വൽ ടു 1 1 3 മൈനസ് 1. സൊല്യൂഷൻ എങ്ങനെ ചെയ്യണ്ടേ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഇതെങ്ങനെയാ വരുന്നത്? ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0. അതായത് ഡയഗണൽ എലമെന്റിൽ നമ്മൾ ലാംഡ കുറയ്ക്കണം. അപ്പൊ 1 മൈനസ് ലാംഡ, മെട്രിക്സ് എന്താ? 1 1 3 മൈനസ് 1 അല്ലേ? അപ്പൊ 1 മൈനസ് ലാംഡ 1, 3 മൈനസ് 1 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്കറിയാം, നമുക്ക് 2/2 മെട്രിക്സിന്റെ ഡയറക്റ്റ് ഫോർമുല അറിയാം. അത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടുന്നു? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്. ഇവിടെ നോക്കി, ഇവിടുത്തെ മെയിൻ ഡയഗണൽ എലമെന്റ് ഏതാണ്? 1ഉം മൈനസ് 1ഉം അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1 പ്ലസ് മൈനസ് 1 എന്തായി പോകും? 0 ആയി പോകത്തില്ലേ? അപ്പൊ നമുക്ക് ട്രേസ് എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. ട്രേസ് 0 ആയി. 0 ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് എ ആണ് വേണ്ടത്. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 1 1 3 മൈനസ് 1 ആണ് അല്ലെ? ഇതിന്റെ ഡിറ്റ് വാല്യൂ എന്ന് എടുത്ത് ഡിറ്റർമിനന്റ് 1 1 3 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 മൈനസ് 1 മൈനസ് 3 ഇൻറ്റു 1. അപ്പൊ എന്ത് കിട്ടുന്നു? -4 എന്ന് കിട്ടും. അപ്പൊ ഞാൻ -4 ഈസ് ഈക്വൽ ടു 0. അതായത് ലാംഡ സ്ക്വയർ മൈനസ് 4 ഈസ് ഈക്വൽ ടു 0, ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4, വിച്ച് ഇംപ്ലൈസ് ലാംഡ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന്. ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. അപ്പൊ ഐഗൺ വാല്യൂസ് ആർ, ഇവിടെ എഴുതണം വേണമെങ്കിൽ, ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഐഗൺ വാല്യൂസ് ആർ, സോറി ഐഗൺ വെക്ടർ എന്ന് എഴുതി. ഐഗൺ വാല്യൂസ് ആർ എന്താ വരുന്നത്? ഐഗൺ വാല്യൂസ് ആർ ലാംഡ ഈസ് ഈക്വൽ ടു 2 ആൻഡ് ലാംഡ 1 ഈസ് ഈക്വൽ ടു ലാംഡ 1 ഈസ് ഈക്വൽ 2 ആൻഡ് ലാംഡ 2 ഈസ് ഈക്വൽ ടു -2. ഓക്കെ, ഇനി ഓരോ ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഗൺ വെക്ടർ കാണണ്ടേ? അപ്പൊ ഐഗൺ വെക്ടറിന്റെ അറിയാമല്ലോ. ഐഗൺ വെക്ടർ എങ്ങനെയാ വരുന്നത്? ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്
മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ മെട്രിക്സിനകത്ത് ഡയഗണലി നമ്മൾ ലാംഡ കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടുന്നു? 1 മൈനസ് ലാംഡ 1 3 മൈനസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? x1 x2. 2/2 ആകുമ്പോൾ x1 x2 ഉള്ളൂ. 3/3 ആകുമ്പോൾ x1 x2 x3 വന്നേ. 2/2 ആണ്. ഓക്കെ. ഇനി നമ്മൾ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 2 കൊടുക്കുന്നു, ലാംഡ ഇസ് ഈക്വൽ -2 കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 2 കൊടുത്തേ, ലാംഡ ഇസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എന്ത് വരുന്നു? 1 മൈനസ് 2 മൈനസ് 1 1 3 ഇത് എന്ത് കിട്ടുന്നു? -1 -2 -3 x1 x2 is equal to 0 0. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടി? 2 ഇക്വേഷൻ അല്ലേ കിട്ടുന്നത്. അതായത് -x1 + x2 is equal to 0 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? 3x1 - 3x2 is equal to 0. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് സോൾവ് ചെയ്താൽ മതി. ഞാൻ ആദ്യത്തെ സോൾവ് ചെയ്യുന്നു, രണ്ടും സെയിം ആണ്. -x1 + x2 is equal to 0 ഞാൻ എടുത്തു. അതിൽ നിന്ന് -x1 is equal to -x2 എന്നാണ് കിട്ടുന്നത്. അതായത് എനിക്ക് കിട്ടിയേക്കുന്നത് എന്താ? x1 is equal to x2 എന്നാണ് കിട്ടിയേക്കുന്നത് അല്ലേ? അപ്പൊ എങ്ങനെ x1 is equal to x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? x1 ഡിവൈഡഡ് ബൈ is equal to x2 ഡിവൈഡഡ് ബൈ എന്ന് എഴുതിയിട്ട് x1ന്റെ കൂടെയുള്ള കോഷ്യന്റ് എടുത്ത് x2ന്റെ അടിയിൽ നിന്ന്, x1ന്റെ കൂടെ എന്താ? 1 അല്ലേ? 1 into x1 എന്നല്ലേ മീനിങ് വരുന്നത്. അപ്പൊ 1 എടുത്ത് x2ന്റെ അടിയിൽ, x2ന്റെ കൂടെ എന്താ? 1 ആണ്, അത് എടുത്ത് x1ന്റെ അടിയിൽ. അപ്പൊ നമുക്ക് 1 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐഗൺ വെക്ടർ. ക്യാപിറ്റൽ x1 is equal നമുക്ക് എന്ത് എഴുതാം? 1 1 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഈ രണ്ടാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം, നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. 3x1 - 3x2 is equal to 0 എന്നല്ലേ? അതായത് 3x1 is equal to 3x2 നമുക്ക് കിട്ടുന്നു. ഈ 3യും 3യും വെട്ടിപ്പോകുമ്പോൾ എന്താ? x1 is equal to x2 എന്നല്ലേ കിട്ടുന്നേ. അപ്പൊ നമുക്ക് എന്താ? ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്ത് ക്യാപിറ്റൽ x1 കിട്ടും. ഇനി ക്യാപിറ്റൽ x2 വേണ്ടേ? അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത്? വെൻ ലാംഡ is equal to -2 ഉണ്ടല്ലോ. അപ്പൊ വെൻ ലാംഡ is equal to -2 കൊടുത്തേ, വെൻ ലാംഡ is equal to -2. അപ്പൊ നമ്മുടെ എന്ത് വരുന്നു? ഫസ്റ്റ് എലമെന്റ് എന്തായിരുന്നു? 1 അല്ലായിരുന്നു, 1 മൈനസ് ലാംഡ. അപ്പൊ 1 മൈനസ് -2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നു? 3 എന്ന് കിട്ടുന്നു അല്ലേ? 3 1. അടുത്ത എന്താണ്? 3. അടുത്ത എന്താ വരുന്നത്? -1 അല്ലേ? -1 -2. അപ്പൊ എന്ത് കിട്ടുന്നു? 1 എന്ന് കിട്ടുന്നു. -1 + 2 അല്ലേ? അപ്പൊ നമുക്ക് 3 1 3 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്? x1 x2 ക്യാപിറ്റൽ X 0 0. രണ്ട് റോയും സെയിം അല്ലേ? രണ്ട് ഇക്വേഷൻ സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ? ഫസ്റ്റ് ഇക്വേഷൻ എന്താ? 3x1 + x2 is equal to 0. സോൾവ് ചെയ്യുക. അപ്പൊ 3x1 is equal to -x2 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സൈഡിലായിട്ട് x1 ഡിവൈഡഡ് ബൈ is equal to x2 ഡിവൈഡഡ് ബൈ എന്ന് എഴുതണം. എന്നിട്ട് x1ന്റെ കൂടെ കിടക്കുന്ന കോഷ്യന്റ് എടുത്ത് x2ന്റെ അടിയിലിട്ട്, x1ന്റെ കൂടെ എന്താ? 3 കിടക്കുക, അതെടുത്ത് x2ന്റെ അടിയിൽ കൊടുക്കും. x2ന്റെ കൂടെ എന്താ കിടക്കുന്നത്? ഒരു മൈനസ് അല്ലേ? അതായത് -1 ആണ്, അതെടുത്ത് x1ന്റെ അടിയിൽ. -1 എന്ന്. അതായത് ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ x2 അപ്പൊ എന്താ കിട്ടുന്നത്? -1 3 എന്നാണ് കിട്ടുന്നത്. -1 3. ഓക്കെ, അപ്പൊ നമുക്ക് ഐഗൺ വെക്ടേഴ്സ് ആർ, ഇവിടെ എഴുതാം, ഐഗൺ വെക്ടേഴ്സ് ആർ x1 is equal to എന്തായിരുന്നു കിട്ടിയത്? x1 ചെക്ക് ചെയ്ത്, x1 എന്തായിരുന്നു? 1 1. and x2 is equal to -1 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടർ ഓഫ് ദ മെട്രിക്സ് A is equal to മെട്രിക്സ് A is equal to 4 1 2 3. അപ്പൊ ആദ്യം നമ്മൾ ഐഗൺ വാല്യൂ കാണണം. അപ്പൊ അതിനായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ? ഡിറ്റർമിനന്റ് A - ലാംഡ is equal to 0. അതായത് മെട്രിക്സിന്റെ ഡയഗണലിൽ നമ്മൾ ലാംഡ കുറച്ചിട്ട് അതിന്റെ ഡിറ്റ് വാല്യൂ, അതായത് 4 - ലാംഡ 1 2 3 - ലാംഡ is equal to 0.
ഇനി നമുക്ക് എന്താ നമുക്കറിയാമല്ലോ 2/2 മെട്രിക്സിന്റെ അറിയാമല്ലോ. എങ്ങനെയാ 2/2 മെട്രിക്സിന്റെ ലാംഡ സ്ക്വയർ മൈനസ് റേസ് ഓഫ് എ ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0 ആണ്. ലാംഡ സ്ക്വയർ മൈനസ് റേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റിന്റെ സം. 4 + 3 എന്ത് കിട്ടുന്നു 7 എന്ന് കിട്ടുന്നു. 7 ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് 4 1 2 3 അപ്പൊ എന്ത് കിട്ടുന്നു വിച്ച് ഈസ് ഈക്വൽ ടു 4 × 3 എത്ര 12 12 മൈനസ് 2 × 1 2 അപ്പൊ എന്ത് കിട്ടുന്നു 10 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ പ്ലസ് 10 ഈസ് ഈക്വൽ ടു 0. ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 10 ഈസ് ഈക്വൽ ടു 0. ലാംഡയുടെ വാല്യൂ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 5,2 എന്ന് കിട്ടുന്നു ഐഗൺ വാല്യൂസ്. അപ്പോൾ ഐഗൺ വാല്യൂസ് ആർ lambda is equal to 5 and lambda is equal to 2. ക്ലിയർ. ഇനി ഓരോ ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ അല്ലേ നമ്മൾ കാണണ്ടേ. അപ്പോൾ ഐഗൺ വെക്ടർ കാണുന്നതായിട്ട് നമ്മൾ മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ എ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. അതായത് മെട്രിക്സിനകത്ത് നമ്മൾ ഡയഗണലി ലാംഡ കുറയ്ക്കണം. അതായത് 4 മൈനസ് ലാംഡ 1 2 3 മൈനസ് ലാംഡ. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് x1 x2 ആണ്. ഈസ് ഈക്വൽ ടു 0 0. ഓക്കെ 0 0. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ലാംഡ വാല്യൂ ഇതിനകത്ത് കൊടുക്കണം. വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 5 കൊടുത്തു ആദ്യം. വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 5 ലാംഡ ഈസ് ഈക്വൽ ടു 5 കൊടുക്കുക നമ്മുടെ മെട്രിക്സ് എങ്ങനെ വരുന്നു 4 മൈനസ് 5 മൈനസ് 1 1 2 3 മൈനസ് 5 മൈനസ് 2 x1 x2 ഈക്വൽ ടു 0 0. ഇതിൽ ഇക്വേഷൻസ് എടുക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. രണ്ട് സെയിം ആണ്. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു മൈനസ് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷൻ ഒന്ന് എഴുതിയൊക്കെ 2x1 മൈനസ് 2x2 ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2. ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുന്നു സോൾവ് ചെയ്യുന്നു. മൈനസ് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്നും മൈനസ് x1 ഇസ് ഈക്വൽ ടു മൈനസ് x2 എന്ന് കിട്ടും അല്ലേ. ആ x2 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലോട്ട് മൈനസ് x2 ആയില്ല. മൈനസും പോയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു x1 ഇസ് ഈക്വൽ ടു x2 നമുക്ക് കിട്ടുന്നു. ഓക്കെ ക്ലിയർ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് x1 ഡിവൈഡഡ് ബൈ ഇസ് ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ എന്ന് എഴുതിയിട്ട് x1ന്റെ കൂടെയുള്ള കോഷ്യന്റ് എടുത്ത് x2ന്റെ അടി ഇടുന്നു. x1ന്റെ കൂടെ എന്താ 1 ആണ്. അതെടുത്ത് x2ന്റെ അടി. x2ന്റെ കൂടെയുള്ള എടുത്ത് x1ന്റെ അടി ഇടുന്നു. അപ്പോൾ 1. അപ്പോൾ ക്യാപിറ്റൽ x1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി 1 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ 1 1. ഇനി അടുത്ത എന്താണ് അടുത്ത വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 2 കൊടുക്കാം. വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു 4 മൈനസ് 2 2 2 1 2 3 മൈനസ് 2 എന്ത് കിട്ടും 3 മൈനസ് 2 1 എന്ന് കിട്ടും അല്ലെ. 3 മൈനസ് 2 1. അപ്പൊ 2 1 2 1. ക്യാപിറ്റൽ എക്സ് എന്താണ് x1 x2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം 0 0. രണ്ടും സെയിം ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ വരുന്നത് 2x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു 2x1 ഇസ് ഈക്വൽ ടു മൈനസ് x2 എന്നും x2 എന്ന് കിട്ടുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി x1 ഡിവൈഡഡ് ബൈ ഇസ് ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നു. അതിനുശേഷം x1ന്റെ കൂടെ കിടക്കുന്ന ടേം എടുത്ത് x2ന്റെ അടി കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടുന്നു 2. x2ന്റെ കൂടെ കിടക്കുന്ന ടേം ഏതാ കോഷ്യന്റ് ഏതാ -1 അല്ലേ. അതെടുത്ത് x1ന്റെ അടി. അപ്പോൾ -1 2 എന്ന്. അപ്പോൾ ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി -1 2 എന്ന് കിട്ടി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഐഗൺ വെക്ടർ കിട്ടും. അപ്പോൾ ഐഗൺ വെക്ടേഴ്സ് ആർ x1 ഈസ് ഈക്വൽ ടു 1 1 x2 ഈസ് ഈക്വൽ ടു -1 2. ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടർ ഓഫ് ദ മെട്രിക്സ് A ഈസ് ഈക്വൽ ടു 1 1 2 -1 2 3 0 1 3. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ സൊല്യൂഷൻ ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. അതെന്താ വരുന്നത് ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0. അതായത് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റുകളിൽ നമ്മൾ എന്ത് എഴുതണം മെയിൻ ഡയഗണൽ എലമെന്റ് നമ്മൾ ലാംഡ മൈനസ് ചെയ്യും. അപ്പൊ എന്താ വരുന്നത് 1 മൈനസ് ലാംഡ 1 2 -1
2 minus lambda 1 0 1 3 minus lambda is equal to 0. ഇത് സോൾവ് ചെയ്താണ് നമ്മൾ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്താണ് 3/3 മെട്രിക്സിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. അതെന്തായിരുന്നു? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ സ്ക്വയർ പ്ലസ് സം ഓഫ് മൈനസ്, അതായത് M11 പ്ലസ് M22 പ്ലസ് M33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഇനി ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ്? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ സ്ക്വയർ. ട്രേസ് എന്താണ്? നോക്കിയേ, മെയിൻ ഡയഗണൽ എലമെന്റ് സം, അതായത് 1 പ്ലസ് 2 പ്ലസ് 3. 1 പ്ലസ് 2 പ്ലസ് 3 എന്ത് കിട്ടുന്നു? 6 എന്ന് കിട്ടുന്നു. അപ്പൊ 6 ലാംഡ സ്ക്വയർ പ്ലസ് സം ഓഫ് മൈനസ് M11 M22 M33 അത് കാണും. അത് കാണുന്നതിനായിട്ട് ഞാൻ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള മെട്രിക്സിൽ ഞാൻ ഇവിടെ ഒന്ന് എഴുതുവാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ എഴുതുന്നു. 1 1 2 മൈനസ് 1 2 1 0 1 3. M11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? M11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A11 വരുന്ന കോളവും റോയും പോയിട്ട് ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ, അതായത് ഡിറ്റർമിനന്റ് ഓഫ് 2 1 1 3. അപ്പൊ എന്ത് കിട്ടുന്നു? വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെ എടുക്കാൻ? 2 ഇൻറ്റു 3 6 6 മൈനസ് 1 ഇൻറ്റു 1 1. അപ്പൊ എന്ത് കിട്ടുന്നു? M11 എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? 5 എന്ന് കിട്ടുന്നു. അപ്പൊ ഞാനിവിടെ ബ്രാക്കറ്റിനകത്ത് 5 കൊടുത്തു. ഇനി M22 എങ്ങനെ വരുന്നത്? M22 എന്ന് പറയുമ്പോൾ A22 വരുന്നതാണ്. A22 വരുന്ന റോയും കോളവും പോയി ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ. അപ്പൊ 1 2 ഉണ്ട്, 1 2 0 3 അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ. 1 2 0 3 അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 3 3 മൈനസ് 0 അപ്പൊ 3 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ അടുത്തത് കിട്ടിയിട്ടുണ്ട്. പ്ലസ് M33 M33 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? നോക്കുക, ഈ 3 വരുന്ന കോളവും പോയി റോയും പോയി. അപ്പോൾ റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താ? 1 1 മൈനസ് 1 2 അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ. ഡിറ്റർമിനന്റ് ഓഫ് 1 1 മൈനസ് 1 2 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 2 മൈനസ് 1. അപ്പൊ 2 പ്ലസ് 1 3 എന്ന് കിട്ടുന്നു. അപ്പൊ അതും കഴിഞ്ഞു. ഓക്കെ, ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് എ അതെങ്ങനെ കാണുന്നത്? അതും കൂടെ ഞാനൊന്ന് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റും. ഇവിടെ ചെയ്യാം ഡിറ്റർമിനന്റ് ഓഫ് എ. അപ്പൊ മെട്രിക്സ് എ നിങ്ങൾക്കറിയാം, അതിന്റെ ഡിറ്റ് വാല്യൂ ഞാൻ ഇവിടെ എഴുതുവാണ്. ഡിറ്റർമിനന്റ് ഓഫ് 1 1 2 മൈനസ് 1 2 1 0 1 3 വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കുമ്പോൾ ആദ്യത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ് എടുക്കുന്നു, 1 എടുക്കുന്നു. അപ്പൊ 1 ഇൻറ്റു ആ 1 വരുന്ന റോയും കോളവും നമ്മൾ ഒഴിവാക്കും. ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ അപ്പൊ 2 ഇൻറ്റു 3 6 6 മൈനസ് 1 ഇൻറ്റു 1 1. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ മൈനസ് സൈൻ ആണ് കൊടുക്കുന്നത്. മൈനസ് കൊടുത്തിട്ട് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് എന്താ? ഈ 1 ആണ്. അപ്പൊ ഈ 1 വരുന്ന ആ 1 ഇൻറ്റു ആ 1 എടുക്കണേ 1 ഇൻറ്റു. ഇനി ആ 1 വരുന്ന റോയും കോളവും നമ്മൾ ഒഴിവാക്കി. കോളം പോയി റോ പോയി. ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ, അതായത് ഇവിടെ മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 3 മൈനസ് 0 ഇൻറ്റു 1. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് 3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? മൈനസ് 3. അടുത്ത നമ്മൾ പ്ലസ് സൈൻ ഇട്ടു, ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചെയ്തു. അപ്പൊ മൈനസ് സൈൻ കഴിഞ്ഞ് പ്ലസ് ഇട്ടു. പ്ലസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് റോയില് ഏറ്റവും അവസാനത്തെ എലമെന്റ് 2. അപ്പൊ 2 എഴുതി. 2 ഇൻറ്റു. ഇനി ആ 2 വരുന്ന കോളവും റോയും നമ്മൾ മാറ്റുന്നു. 2 വരുന്ന കോളവും പോയി റോയും പോയി, കോളം പോയി റോ പോയി. ബാക്കിയുള്ള എന്താണ്? മൈനസ് 1 ഇൻറ്റു 1 അതെന്താ? മൈനസ് 1 മൈനസ് 1 മൈനസ് 0 അപ്പൊ മൈനസ് 1. നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 1 ഇൻറ്റു 5 5 പ്ലസ് ഇതെന്താ കിട്ടുന്നത്? 3 മൈനസ് 2. അപ്പൊ എന്ത് കിട്ടുന്നു? 5 പ്ലസ് 3 8 അല്ലേ? 8 മൈനസ് 2 എന്താണ്? 6 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റിന്റെ ആൻസറും കിട്ടിയിട്ടുണ്ട്. 6 ഈസ് ഈക്വൽ ടു 0.
അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് ഫൈനൽ ആയിട്ട് നമുക്ക് ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് ഇതെന്ത് കിട്ടുന്നു 11 ലാംഡ അല്ലേ 11 ലാംഡ മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസ് ആർ 1 2 3 1 2 3 എന്നാണ് നിങ്ങൾക്ക് ഐഗൺ വാല്യൂസ് കിട്ടുന്നത്. 1 2 3 മൂന്ന് ഐഗൺ വാല്യൂസ് കിട്ടും. ഇത് 3/3 അല്ലേ, അപ്പൊ 3 ഐഗൺ വാല്യൂസ് ആയിരിക്കും. ഇനി ഓരോ ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറുകൾ നമ്മൾ കാണണം. അപ്പൊ ഐഗൺ വെക്ടർ കാണണം. അപ്പൊ ഐഗൺ വെക്ടർ എന്നിങ്ങനെ കാണുന്നത് ഐഗൺ വെക്ടർ എന്തായിരുന്നു അത് മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു 0. അതായത് നമ്മുടെ മെട്രിക്സിനകത്ത് ഡയഗണലി നമ്മൾ എന്ത് കൊടുക്കണം ലാംഡ കുറയ്ക്കണം. മെട്രിക്സ് ഫസ്റ്റ് റോയിൽ ആദ്യത്തെ എലമെന്റ് 1 മൈനസ് ലാംഡ, അടുത്തത് 1 2 അതേപോലെ എഴുതുന്നു. അടുത്ത സെക്കൻഡ് റോ -1, അടുത്ത എന്താ 2 മൈനസ് ലാംഡ 1 0 1 3 മൈനസ് ലാംഡ. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എന്താണ് 3/3 മെട്രിക്സ് അല്ലേ, അപ്പൊ എന്താ വരുന്നത് x1 ഉണ്ട് x2 ഉണ്ട് x3 ഉണ്ട് ഈസ് ഈക്വൽ ടു 0 0 0. ക്ലിയർ? ഇനി നമുക്ക് ഓരോ ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറുകൾ കാണുക. ഫസ്റ്റ് ഐഗൺ വാല്യൂ വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 1 കൊടുക്കാൻ പോകും. ലാംഡ ഈസ് ഈക്വൽ ടു 1 കൊടുത്തേ. ലാംഡ 1 കൊടുക്കുമ്പോൾ നമ്മുടെ മെട്രിക്സ് എങ്ങനെയാകുന്നു 1 മൈനസ് 1 എന്തായി പോയി 0 0 1 2. സെക്കൻഡ് റോയോ -1 1 1 0 1 3 മൈനസ് 1 2. ഓക്കെ, അപ്പോൾ 0 1 2 -1 1 1 0 1 2. ഇനി x1 x2 x3 ഇങ്ങനെ എഴുതുന്നു 0 0 0. നമ്മൾ 2/2 മെട്രിക്സിൽ എന്താ ചെയ്തേ നമ്മൾ ഒരു ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാം. 3/3 മെട്രിക്സിന്റെ കേസിൽ ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ ചൂസ് ചെയ്യുക. ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ ചൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുക, അതായത് ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് റോ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഇതിന്റെ എല്ലാം ഇക്വേഷൻസ് ആദ്യം ഒന്ന് എഴുതുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എന്താ വരുന്നത് 0x1 പ്ലസ് x2 1x2. അപ്പൊ x1 0 അല്ലേ, അപ്പൊ x2 പ്ലസ് 2x3 ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് റോഡ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് റോഡ് എന്ത് കിട്ടുന്നു -x1 പ്ലസ് x2 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 0. അടുത്തതോ x2 പ്ലസ് 2x3 ഈസ് ഈക്വൽ ടു 0. അപ്പൊ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3/3 മെട്രിക്സിൽ ഡിഫറന്റ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓരോ ഐഗൺ വാല്യൂസ് കൊടുത്തു. ഇപ്പൊ നമ്മൾ ലാംഡ ഈസ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് 3 റോ കിട്ടി. ഈ 3 റോ കിട്ടിക്കഴിഞ്ഞാൽ 3/3 മെട്രിക്സിന്റെ കേസിൽ ഐഗൺ വെക്ടർ കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ ചൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഇതിനെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് 2, ഇത് 3 ആണ്. അപ്പൊ ഇക്വേഷൻ 1ഉം 3ഉം സെയിം ആണ്. നമ്മൾ എടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ. അപ്പൊ ഞാൻ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാം. ഞാൻ ഇങ്ങനെ എഴുതണം x1 x2 എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3/3 മെട്രിക്സിനെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. x1 x2 x3 ഇങ്ങനെ എഴുതുന്നു. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ, അതിന്റെ ആ റോ നമ്മൾ അതേപോലെ എഴുതിയാൽ മതി. അതായത് 0 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1ന്റെ കോഎഫിഷ്യന്റ് ഫസ്റ്റ് ഇക്വേഷൻ x1ന്റെ കോഎഫിഷ്യന്റ് എന്താ x1 ടേം ഉണ്ടോ ഇല്ല 0. അപ്പൊ x2 എന്താണ് 1, x3 എന്താണ് 2. അതാണ് എഴുതിയത്. അതായത് ഫസ്റ്റ് റോയിലെ അതേ എലമെന്റ് അങ്ങനെ എഴുതിയാൽ മതി. അടുത്ത നമ്മൾ സെക്കൻഡ് റോയിലെ എടുത്ത് സെക്കൻഡ് റോ എന്താണ് -1 1 1. എന്നിട്ട് നമ്മളൊരു വര ഇടുന്നു. അതിനുശേഷം x1ന്റെ നേരെ താഴെ x1 ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നു വിച്ച് ഈസ് ഈക്വൽ ടു അടുത്തതായിട്ട് നമ്മൾ -x2 ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നത്. ഇത് എപ്പോഴും 3/3 മെട്രിക്സിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ -x2 ആണ് കൊടുക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ എന്ന് എഴുതാം. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക x1ന്റെ അടിയിൽ നിങ്ങൾ ചെയ്യണത് x1 വരുന്ന കോളവും റോയും പോയി ബാക്കിയുള്ളതിന്റെ ഡിറ്റ് വാല്യൂ, അതായത് 1 × 1 1 1 മൈനസ് എന്താ കിട്ടുന്നത് 2 1 മൈനസ് 2 എന്താ കിട്ടുന്നത് 1 മൈനസ് 2 -1. അപ്പൊ ഞാൻ കൊടുക്കുന്നു -1 എഴുതി. ഓക്കെ അല്ലേ?
x1ന്റെ അടിയിൽ x1 വരുന്ന റോയും കോളവും മാറ്റി നിർത്തി അതിനുശേഷം ബാക്കി വരുന്ന ടേംസിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി x2ന്റെ അടിയിൽ എന്താ വരുന്നത്? x2ന്റെ അടിയിൽ x2 വരുന്ന കോളവും റോയും പോയി ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ അപ്പൊ 0 0 2 മൈനസ് 1 1 0 ഇൻറ്റു 1 എന്താണ്? അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിലായിട്ട് എഴുതി കാണിക്കാം, കൺഫ്യൂഷൻ വരണ്ട. x2ന്റെ അപ്പം എന്താ വരുന്നത്? x2 വരുമ്പോൾ x2 വരുന്ന റോയും കോളവും മാറ്റുന്ന ബാക്കിയുള്ള എലമെന്റ് 0 2 മൈനസ് 1 1. ഇതിന്റെ ഡിറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നു? 0 മൈനസ് 2, അതായത് 2 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഞാനിവിടെ 2 എഴുതി. x3 വരുമ്പോൾ x3 വരുന്ന റോയും കോളവും പോയി, x3 വരുന്ന റോയും പോയി കോളം ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ അതായത് ഡിറ്റർമിനന്റ് ഓഫ് 0 1 മൈനസ് 1 1. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്നാ കിട്ടുന്നത്? 0 ഇൻറ്റു 1 0 0 മൈനസ് 1 അതായത് 1 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ എഴുതുവാണ് x3യുടെ അടി ഞാൻ അപ്പൊ എന്ത് എഴുതി? 1 എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതേണ്ടെന്ന് അറിയാമോ? നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ x1 ഡിവൈഡഡ് ബൈ -1 എഴുതുന്നു. ഈ x2ന്റെ മുകളിലുള്ള ആ മൈനസ് താഴോട്ട് ഇറക്കി എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ആൻസർ എഴുതാവോളെ. x2 ഡിവൈഡഡ് ബൈ -2 ഈസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഐഗൺ വെക്ടർ ക്യാപിറ്റൽ X1 കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയത്? ക്യാപിറ്റൽ X1 ഈസ് ഈക്വൽ ടു -1 -2 1 എന്ന് കിട്ടി. ക്ലിയർ? ക്ലിയർ അല്ലേ? -1 -2 1. അപ്പോ 3/3 മെട്രിക്സിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ ചൂസ് ചെയ്യുക. ഇപ്പൊ 3 ഇക്വേഷനും ഡിഫറെന്റ് ആണെങ്കിൽ ഇങ്ങനെ ഇപ്പോ നമുക്ക് ലാംഡയുടെ വാല്യൂ കൊടുത്തപ്പോൾ 3 റോയും ഡിഫറെന്റ് ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോ ചൂസ് ചെയ്തിട്ട് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ വെൻ ലാംഡ ഈസിക്കൽ 1 കൊടുത്തപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. ഇനി അടുത്തത് എന്താണ്? വെൻ ലാംഡ ഈസിക്കൽ 2ലേക്ക് പോകുന്നു. വെൻ ലാംഡ ഈസിക്കൽ 2 കൊടുത്തേ. വെൻ ലാംഡ ഈസിക്കൽ ടു 2 വെൻ ലാംഡ ഈസിക്കൽ 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? മെട്രിക്സ് എന്താ വരുന്നത്? ഫസ്റ്റ് എലമെന്റ് എന്തായിരുന്നു? 1 അല്ലായിരുന്നു. അപ്പൊ 1 മൈനസ് 2 -1 -1 1 2. അടുത്തത് -1, അടുത്ത 2 മൈനസ് 2 എന്താണ്? 0 ആയി പോയില്ലേ? അടുത്ത എന്താണ്? 1. അടുത്ത 0 1 3 -2 1. ക്യാപിറ്റൽ X എന്ന് പറയുന്നത് എന്താണ്? x1 x2 x3. ഓക്കെ അല്ലേ? ഇത് x2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 0 0 0. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ ചൂസ് ചെയ്യുക എന്നല്ലേ പറഞ്ഞത്? ഇവിടെ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ 3 റോയും ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ടെണ്ണം ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ, ഇതിന്റെ ഇക്വേഷൻസ് നമ്മൾ ഒന്ന് എഴുതി വെക്കുക, അതിനുശേഷം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുന്നത്? -x1 ഫസ്റ്റ് റോയുടെ ഇക്വേഷൻ -x1 പ്ലസ് x2 പ്ലസ് 2x3 ഈസ് ഈക്വൽ ടു 0. അടുത്തതോ -x1 പ്ലസ് x2 ഇല്ല പ്ലസ് x3 ഈസ് ഈക്വൽ ടു 0. ലാസ്റ്റിലത്തേതോ x2 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 0. 3 റോയും ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോ ചൂസ് ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ള 2 റോ ചൂസ് ചെയ്യുന്നു. ഞാനിപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചെയ്ത് കാണിക്കാം. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എഴുതണം x1 x2 x3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഇങ്ങനെ എഴുതുന്നു. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള റോ ഏതാണ്? ഒന്നാമത്തെ രണ്ടാമത്തെ. അപ്പൊ അതിന്റെ -1 ഫസ്റ്റ് റോ എന്താണ്? 1 -1 1 2. അടുത്ത എന്താണ്? -1 0 1. അതിനുശേഷം വരയിടുക. അതിനുശേഷം x1 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ എന്ന് എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? x1ന്റെ അടിയിൽ x1 വരുന്ന റോയും കോളവും നമ്മൾ വെട്ടുന്നു. ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് 1 2 0 1, അതായത് 1 ഇൻറ്റു 1 1 1 മൈനസ് 0. അപ്പൊ എന്ത് കിട്ടുന്നു? 1 എന്ന് കിട്ടുന്നു അല്ലേ? 1. അപ്പൊ ഞാൻ അതിന്റെ അടി 1 എഴുതുന്നു. ഇനി x2 എടുക്കുമ്പോൾ എന്താ? x2 എടുക്കുമ്പോൾ x2 വരുന്ന റോയും കോളവും വെട്ടുന്നു. അപ്പൊ x2 വരുന്ന റോ പോയി കോളം പോയി. അപ്പൊ ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ഞാൻ ഇവിടെ എഴുതുന്നു. -1 2 -1 1. അപ്പൊ എന്ത് കിട്ടുന്നു? -1 ഇൻറ്റു 1 എന്താണ്? -1 -1 മൈനസ് -1 ഇൻറ്റു 2 -2. അപ്പൊ എന്ത് കിട്ടുന്നു? -1 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ 1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ?
അടുത്ത x3 എടുക്കുമ്പോൾ x3 വരുന്ന കോളവും പോയി റോയും പോയി കോളവും പോയി, ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ, അതായത് -1 1 -1 0. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താ വരുന്നത്? -1 × 0 0 -1 × 1 എന്താണ്? എന്താ? -1. അപ്പൊ മൈനസും മൈനസും ഇവിടെ പ്ലസ് ആയിട്ട് 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എഴുതുന്നു 1 എന്ന് എഴുതുന്നു. കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ടുണ്ടോ? ഇല്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതണം? x1 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു ഈ x2ന്റെ കൂടെ ഉള്ള മൈനസ് എടുത്ത് താഴെ എഴുതണം. അപ്പൊ x2 ഡിവൈഡഡ് ബൈ -1 വിച്ച് ഇസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതുന്നു. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ x2. ക്യാപിറ്റൽ x2 അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 -1 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇനിയിപ്പോ നിങ്ങൾ മറ്റൊരാള് ഇപ്പോ ഞാനിപ്പോ എടുത്ത എന്താ? ആദ്യത്തെ 2 ഇക്വേഷനല്ലേ എടുത്തേ? ആദ്യത്തെ 2 റോയുടെ ഇക്വേഷൻ അല്ലേ എടുത്തത്? ഇനി വേറൊരാള് രണ്ടാമത്തെ മൂന്നാമത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ചൂസ് ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞു. ഞാനിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ ചൂസ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോ അതിന്റെ ഒന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. x1 x2 x3 ഞാൻ എഴുതും. രണ്ടാമത്തെ ഇക്വേഷന്റെ x1ന്റെ ക്വസ്റ്റ്യൻ എന്താണ്? -1. x2 ഇല്ല, x3 1. ഇതെന്താണ്? 0 1 1. ഇനി എന്താ ചെയ്യുന്നത്? x1 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ. ഓക്കെ, x1 എടുക്കുമ്പോൾ x1 വരുന്ന റോയും കോളം പോയി വെട്ടിപ്പോയി, ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ എടുക്കുമ്പോൾ 0 × 1 0 0 -1 -1. x2 എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? -1 × 1 -1 -1 -1 -0 -1. x2 എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? -1 × 1 -1 -1 -0 -1. നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? അതായത് നമുക്ക് എന്താ കിട്ടിയത്? x1 ഡിവൈഡഡ് ബൈ -1 x2 ഡിവൈഡഡ് ബൈ ഈ മൈനസ് മൈനസിന്റെ പ്ലസ് ആയി, ഇതിന്റെ അടി 1 ആണ്. x3 ഡിവൈഡഡ് ബൈ -1. അതായത് നമ്മുടെ എന്താണ് ക്യാപിറ്റൽ x2 എന്താണ് കിട്ടിയത്? -1 1 -1. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ എടുത്ത ആളിന് എന്താ കിട്ടി? -1 1 -1. ഈ സെയിം സാധനം അല്ലേ നമുക്കിപ്പോ മറ്റേ നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത ആളിന് എങ്ങനെ കിട്ടിയത്? 1 -1 1 എന്നല്ലേ കിട്ടിയത്. അതായത് ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്നതിനകത്തോട്ട് ഒരു മൈനസ് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ ത്രൂ ഔട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 1 -1 1. ഈ സെയിം സാധനം അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. നോക്കി, ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തപ്പോൾ കിട്ടിയേക്കുന്നത് എന്താണ്? 1 -1 1 അല്ലേ? രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ അടുത്ത ഐഗൺ വാല്യൂ ഇല്ലേ? അടുത്ത ഐഗൺ വാല്യൂ എന്താ? ലാംഡ ഈസ് ഈക്വൽ ടു 3. വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ നോക്കുക, ഫസ്റ്റ് റോ എന്താ വരുന്നത്? 1 മൈനസ് ലാംഡ. അപ്പൊ 1 മൈനസ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 3, അപ്പൊ -2 1 2. സെക്കൻഡ് റോയോ -1 2 - 3 2 - 3 എന്താ? -1 1 0 1 3 - 3 അതെന്തായി പോയി? 0 ആയി പോയി. ഇസ് ഈക്വൽ ടു അല്ല, x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട് ഇല്ലേ? ക്യാപിറ്റൽ x ഇസ് ഈക്വൽ ടു 0 0 0. ഇനി എന്താ ഇവിടെ നോക്കിയേ, മൂന്നും എന്താണ്? മൂന്നും ഡിഫറെന്റ് ആണ്. നമുക്ക് എന്താ വേണ്ടത്? ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 റോ. ഞാനിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ എടുക്കുവാണ്. നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സെയിം ആയിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. മൈനസിന്റെ ഒരു ഇതേ വരുത്തോളെ. ഞാനിപ്പോ രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് എടുക്കുന്നത്. ഞാൻ ആദ്യം ഇതിന്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. ഇക്വേഷൻ ആയിട്ട് എഴുതുന്ന ഫസ്റ്റ് ഇക്വേഷൻ എന്തൊരു? ഫസ്റ്റ് റോഡ് ഇക്വേഷൻ -2x1 പ്ലസ് x2 പ്ലസ് 2x3 ഈസ് ഈക്വൽ ടു 0. അടുത്തതോ -x1 മൈനസ് x2 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 0. ലാസ്റ്റ് ഇക്വേഷനോ x2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഞാനപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നു. അപ്പൊ ഞാൻ x1 എഴുതുന്നു, x2 എഴുതുന്നു, x3 എഴുതുന്നു. ഓക്കെ, x1ന്റെ സെക്കൻഡ് റോ അല്ലേ? സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് റോ. അപ്പൊ എന്താ? -1 -1 1. അടുത്തതോ 0 1 0 വരയ്ക്കുന്നു. x1 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ
is equal to x3 divided by എന്ന് എഴുതുന്നു. x1ന്റെ അടിയിൽ എന്താ വരുന്നത്? x1ന്റെ അടിയിൽ ഈ വരുന്ന x1 വരുന്ന റോയും കോളം പോയി. അപ്പൊ എന്താ കിട്ടുന്നത്? -1 into 0 0 0 minus 1 അപ്പൊ -1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത എന്താ കിട്ടുന്നത് നോക്കിക്കേ. x2ന്റെ അടി x2 വരുന്ന റോയും പോയി കോളവും പോയി. അപ്പോൾ -1 into 0 0 0 minus 0 0 എന്ന് കിട്ടും. അടുത്തതോ ഇതും പോയി ഇതും പോയി. -1 into 1 -1 -1 -0 അപ്പൊ -1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ x3 എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? ക്യാപിറ്റൽ x3 എന്ന് പറയുന്നത് -1 0 -1 എന്നാണ് കിട്ടിയത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മൈനസിനെ കളയാനായിട്ട് നിങ്ങൾക്ക് ഒരു ത്രൂ ഔട്ട് ഒരു -1 കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ഒന്നുകൂടെ ഷോർട്ട് ആക്കി വേണമെങ്കിൽ എഴുതാം. എങ്ങനെ എഴുതിയാലും സെയിം ആണ്. കറക്റ്റ് ആൻസർ ആണ്. ഞാനിപ്പോൾ ഇവിടെ എന്താണ് ത്രൂ ഔട്ട് ഞാനൊരു -1 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? -1 കൊണ്ട് ഒന്നുകൂടെ ഷോർട്ട് ആക്കി എഴുതുമ്പോൾ അപ്പൊ എന്ത് എഴുതും? x1 divided by 1 is equal to x2 divided by 0 is equal to x3 divided by 1. അപ്പൊ എന്റെ ക്യാപിറ്റൽ x3 എന്ത് കിട്ടുന്നു? 1 0 1 എന്ന് എഴുതാം. അതല്ലെങ്കിൽ -1 0 -1 എന്ന് എഴുതാം. രണ്ടും ശരിയാണ്. ഓക്കെ അല്ലേ? ഇതാണ് ക്യാപിറ്റൽ എക്സ്. അപ്പൊ നമുക്ക് ഓരോ ഐഗൺ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഐഗൺ വെക്ടറുകൾ ഇങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഐഗൺ വെക്ടറുകൾ ഇങ്ങനെ എടുത്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് x1 ഡിവൈഡഡ് ബൈ 5 x2 ഡിവൈഡഡ് ബൈ 0 x3 ഡിവൈഡഡ് ബൈ 5 എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കാം. മറ്റൊരു പ്രോബ്ലം ചുമ്മാ ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, ചുമ്മാ ഞാൻ എഴുതി കാണിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ലാസ്റ്റ് കിട്ടിയതെങ്കിൽ നമ്മൾ എപ്പോഴും ഐഗൺ വെക്ടറുകൾ എഴുതുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ വരെ എഴുതും. അപ്പൊ ഇവിടെ ഇതെങ്ങനെ സിംപ്ലസ്റ്റ് ആക്കുന്നത്? ത്രൂ ഔട്ട് നമ്മൾ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? x1 ഡിവൈഡഡ് ബൈ 1 ആയി ഇസ് ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ 0 ഇസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1. ഓക്കെ അല്ലേ? അപ്പോൾ 5നെ നമ്മൾ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ഷോർട്ട് ആക്കി വേണം എഴുതാൻ. ക്ലിയർ അല്ലേ? ഇനി അതെല്ലാം നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് x1 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ത്രൂ ഔട്ട് നമുക്ക് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ നമ്മൾ എപ്പോഴും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ വേണം. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? x1 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. അപ്പോൾ 1 2 1 ആണ് നമ്മുടെ ഐഗൺ വെക്ടർ. അപ്പൊ ഇങ്ങനെ നിങ്ങളൊന്ന് അറിയണം കേട്ടോ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ വേണം ഐഗൺ വെക്ടർ എഴുതാൻ. അപ്പൊ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? 3/3 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എല്ലാം ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഐഗൺ വെക്ടർ 3/3 മെട്രിക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് നമ്മളിപ്പോൾ x1 x2 x3 എഴുതിയിട്ട് അതിന്റെ കോഎഫിഷ്യന്റുകൾ ഇങ്ങനെ എഴുതിയിട്ട് x1 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ എന്ന് ചെയ്തിട്ട് നമ്മൾ x1ന്റെ അടിയിൽ x1 വരുന്ന റോയും കോളവും വെട്ടിക്കളഞ്ഞിട്ട് അതിന് ബാക്കിയുള്ള ടേംസിന്റെ ഡിറ്റ് വാല്യൂ എടുക്കുന്നു. x2 വരുമ്പോൾ x2 വരുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ എടുത്ത് x2ന്റെ അടിയിൽ ഇടുന്നു. x3 വരുമ്പോൾ x3യുടെ അടിയിൽ എന്താ എഴുതുന്നത്? x3 വരുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ എടുത്ത് എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ മെട്രിക്സ് നമുക്ക് അത് ഡിറ്റ് വാല്യൂ എല്ലാം എടുത്തു കഴിഞ്ഞ് നമുക്ക് x1 ഡിവൈഡഡ് ബൈ വലിയ ഏതെങ്കിലും സംഖ്യകളാണ് കിട്ടുന്നെങ്കിൽ അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ വേണം നമ്മൾ എഴുതാൻ. എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും എടുത്ത് നമുക്ക് ഡിവൈഡ് ചെയ്ത് വെട്ടിക്കളഞ്ഞ് നമ്മൾ ഷോർട്ട് ആക്കി വേണം എഴുതാൻ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലും ഐഗൺ വാല്യൂസിന്റെ ഐഗൺ വെക്ടറിനെ നമ്മൾ ഇനിയിപ്പോൾ 3/3 മെട്രിക്സിൽ തന്നെ 2-3 കേസസ് ഉണ്ട്. ആ കേസുകളായിരിക്കും അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടറിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലം, ഐഗൺ വാല്യൂസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് കാണുന്ന കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതും അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ KTU അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.